ഗാസ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഈജിപ്തിന്റെ പങ്ക് മറച്ചുവെക്കാൻ പണം നൽകിയെന്ന മാധ്യമ വാർത്തകളെ ശക്തമായി അപലപിച്ച ഖത്തർ. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനും ബന്ദിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലാണ് നടന്നത്. ഈജിപ്ത് നടത്തിയ ഇടപെടലുകളെ മറച്ചുവെക്കാനും ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിക്കാനും പണം നൽകിയെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണെന്നും ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് ആരോപിച്ചു. മേഖലയിലെ സംഘർഷഭീതി അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിന് ഈജിപ്ത് വഹിക്കുന്ന പങ്കിനെ ഖത്തർ പ്രശംസിക്കുന്നതായും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസയിലെ ദുരിതങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും മധ്യസ്ഥ ശ്രമങ്ങളെ അട്ടിമറിക്കാനുമാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്നും യുദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഖത്തർ ആരോപിച്ചു. പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ പരിഹരിക്കുക, സാധാരണക്കാരെ സംരക്ഷിക്കുക, ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ സമാധാനം ഉറപ്പാക്കുക എന്നിവയ്ക്കാണ് മുൻഗണനയെന്നും ഖത്തർ ആവർത്തിച്ചു. അതേസമയം ഗാസയിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിലെ ദെയ്ർ അൽ ബലായിൽ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ താമസിച്ചിരുന്ന ടെന്റിന് നേരെയും ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ 8 മരണങ്ങളോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം ആരോഗ്യ പ്രവർത്തകരെ വധിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച IDF രംഗത്ത് വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഖേദപ്രകടനം. ഗാസയുടെ 2/3 ഭാഗവും നിലവിൽ ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. വലിയ പ്രദേശങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവിടുകയും ചെയ്തതോടെ പലസ്തീനികൾക്ക് ഗാസയിൽ 2/3 ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. OCHA ആണ് ഗാസയുടെ 2/3 ഭാഗവും ഇസ്രയേൽ നിയന്ത്രണത്തിലെന്ന് വ്യക്തമാക്കിയത്. ഇസ്രയേൽ നിരോധിത മേഖലയാക്കി മാറ്റിയ പ്രദേശങ്ങളിൽ തെക്കൻ റാഫയുടെ വലിയ ഭാഗവും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം 31-നാണ് തെക്കൻ റാഫയിൽ നിന്ന് ഒഴിയണമെന്ന ഉത്തരവ് ഇസ്രയേൽ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഗാസ സിറ്റിയിലെ ഭാഗങ്ങളും ഗാസക്കാർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ആക്രമണം ശക്തമാക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് സൈന്യം നടപടികൾ കടുപ്പിച്ചത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് മാർച്ച് 18-ന് വീണ്ടും ആക്രമണം തുടങ്ങിയതിനു ശേഷം മാത്രം ഏകദേശം 2.8 ലക്ഷം പലസ്തീനികളെ കുടിയിറക്കിയെന്നാണ് കണക്ക്. അതേസമയം കഴിഞ്ഞ ദിവസം മാത്രം നടത്തിയ വ്യോമാക്രമണത്തിൽ 38 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ 112 പേർക്ക് ജീവൻ നഷ്ടമായി. ഗാസയിൽ രക്ഷാപ്രവർത്തകരുടെ ആംബുലൻസുകൾ ആക്രമിച്ച 15 പേരെ കൊന്ന സംഭവത്തിൽ ആദ്യ റിപ്പോർട്ട് നൽകിയ തെറ്റുപറ്റിയെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം. വാഹനവ്യൂഹം ഹെഡ്ലൈറ്റുകളോ ബീക്കണോ തെളിയിക്കാതെയാണ് സഞ്ചരിച്ചതെന്ന വാദം ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പൊളിഞ്ഞതോടെയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നിലപാട് മാറ്റം. ശനിയാഴ്ചയാണ് ആക്രമണം തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം വിശദമാക്കിയത്. കഴിഞ്ഞ മാസമാണ് ഗാസയുടെ തെക്കൻ മേഖലയിലെ റാഫയിൽ പലസ്തീൻ വാഹനവ്യൂഹം ഇസ്രയേൽ സൈന്യം ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.